ഒരു കല്യാണ പെണ്ണിനെ പോലെയാണ് സ്വതവേ ഊട്ടി. ഈ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാനായി ഒട്ടേറെ പൂന്തോട്ടങ്ങളുമുണ്ട് ഇവിടെ. ഇവയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ബൊട്ടാണിക്കൽ ഗാർഡനും റോസ് ഗാർഡനും കർണാടക ഗാർഡനും. കണ്ടാലും കണ്ടാലും മതിവരാത്ത പൂക്കളുടെയും ചെടികളുടെയും ഒരു മഹാശേഖരം. ആദ്യ ദിവസം തന്നെ കർണാടക ഗാർഡനും റോസ് ഗാർഡനും കണ്ടു തീർക്കും. തലേന്നത്തെ രാത്രി ഭക്ഷണം കഴിക്കാനായി അടയാർ ആനന്ദഭവനിലേക്ക് ഒന്ന് കയറി നോക്കി. തമിഴ്നാട്ടിലെ ഉന്നത നിലവാരമുള്ള ഒരു ഹോട്ടൽ ശൃംഖലയാണ് ഇത്. മെനു നോക്കിയപ്പോൾ ഒരു ദോശയ്ക്ക് 200 രൂപ. നല്ല വിശപ്പുള്ളതിനാൽ വിശാലമായി തന്നെ കഴിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആനന്ദഭവനിൽ തന്നെ കഴിക്കണമെന്ന പരിപാടി ഉപേക്ഷിച്ചു. ചപ്പാത്തിയും പൊറോട്ടയും ഫ്രൈഡ് റൈസും ഒക്കെയായി രാത്രി ഭക്ഷണം കുശാലാക്കി. രണ്ടാമത്തെ ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചത് പ്രീതി എന്ന പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ കാണുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. രാവിലെ 7 മണിക്ക് തന്നെ ഇവിടെ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട്. പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ് 8:30യോടുകൂടി തന്നെ ഞങ്ങൾ ഗാർഡനിനുള്ളിലേക്ക് പ്രവേശിച്ചു. പൂക്കളുടെയും ചെടികളുടെയും മരങ്ങളുടെയും ഒരു മാന്ത്രിക ലോകം, ഒരു മായാപ്രപഞ്ചം. 10,000-കണക്കിന് ചെടികളും മരങ്ങളുമാണ് ഇവിടെ വളരുന്നത്. 1887 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കപ്പെട്ടത്. 55 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ ഒരു ലോകം. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടം എന്ന നിലയിൽ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണിത്. 55 ഏക്കറിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. വളരെ അപൂർവമായ ജനുസിൽപ്പെട്ട ചെടികളും മരങ്ങളും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. ഊട്ടി ഇത്രയേറെ പ്രശസ്തമാവുന്നതിന് ഒരു കാരണം ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടിയാണ്. അപൂർവമായ ഓർക്ക് മരം പോലും നമുക്ക് ഇവിടെ കാണാനാവും. 100 രൂപയാണ് മുതിർന്ന ഒരാൾക്ക് ഇവിടേക്കുള്ള പ്രവേശന ഫീസ്. കുട്ടികൾക്ക് 50 രൂപയും. ചെറുചെടികളെ കൊണ്ടും പൂക്കളെ കൊണ്ടും നിർമ്മിച്ച ഇന്ത്യയുടെ ഭൂപടം അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. തമിഴ്നാട്ടിലെ തന്നെ വില്ലുപുരം ജില്ലയിൽ നിന്ന് ലഭിച്ച മരത്തിന്റെ ഒരു ഫോസിൽ ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് കാണാം. ഈ ബോർഡിന് പുറകിലുള്ള ചെരിഞ്ഞ പ്രദേശത്താണ് നമുക്ക് ന്യൂ ഗാർഡൻ അഥവാ പുതിയ ഗാർഡൻ കാണാനാവുക. പൂക്കളും ചെടികളും മരങ്ങളും കൂടാതെ ഒരു വ്യൂ പോയിന്റും ഇവിടെ നമുക്ക് കാണാം.
എത്ര സമയം ഇവിടെ ചെലവഴിച്ചാലും എത്ര നടന്നാലും നമുക്ക് ക്ഷീണമോ മടുപ്പോ തോന്നുകയില്ല. ക്ഷീണം തോന്നാതിരിക്കുന്നതിന് ഒരു കാരണം ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയാണ്. മടുപ്പ് തോന്നാതിരിക്കുന്നതിന് കാരണം ഇവിടുത്തെ ചെടികളുടെയും പൂക്കളുടെയും സൗന്ദര്യവും. ഈ വെളുത്ത കുഞ്ഞു പൂക്കൾ ഇന്നുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ബോൺസായി മരം പോലെയുള്ള ഒരു ചെടി കാണാൻ നല്ല ചന്തമുണ്ട്. ഈ കാണുന്ന പൂക്കൾ ലില്ലി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെടികളെയും പൂക്കളെയും കുറിച്ചുള്ള വളരെ പരിമിതമായ അറിവാണ് എനിക്കുള്ളത്. അസാധാരണമായ നിറവും വലിപ്പവുമാണ് ഊട്ടിയിലെ പൂക്കൾ. കറുത്ത നിറത്തിലുള്ള ഒരാനയുടെ ശില്പം ഇവിടെ കാണാം. തൊട്ടാൽ 500 രൂപ ഫൈനാണെന്ന് ഇതിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഒരേ തരത്തിൽപ്പെട്ട ചെടികൾ കൂട്ടമായി പൂത്തു നിൽക്കുന്നത് കാണാൻ അനിതര സാധാരണമായ ഒരു മനോഹാരിതയുണ്ട്. ആധുനിക രീതിയിൽ വികസിപ്പിച്ചെടുത്ത വിത്തുകളാണ് പൂക്കൾക്ക് ഇത്രയും വലിപ്പവും സൗന്ദര്യവും കൊടുക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഈ പീരങ്കി രൂപത്തിന് ഒരു ക്ലാസിക് ടച്ചുണ്ട്. ഒരു ചെറിയ പൊയ്കയുടെ നടുവിൽ കുടവുമായി നിൽക്കുന്ന സ്ത്രീരൂപം. പൂവിൽ കിനിയുന്ന ഇത്തിരി തേനിനായി പറന്നു നടക്കുന്ന തേനീച്ചകളും വണ്ടുകളും. അവർക്ക് ഇത് ചാകരക്കാലമാണ്. വസന്തം പെയ്തിറങ്ങിയ ഊട്ടിയിൽ പൂക്കളുടെ പെരുന്നാൾ പൂരമാണ്. ഓരോ സ്ഥലത്തു നിന്നും ക്യാമറ മാറ്റാൻ മനസ്സ് വരുന്നേയില്ല. ബൊട്ടാണിക്കൽ ഗാർഡന് ശേഷം ഇന്നത്തെ ദിവസം ദൊഡ്ഡബെട്ട പീക്കും ടീ ഫാക്ടറിയും കാണാൻ ബാക്കിയുണ്ട്. നല്ല ആത്മാർത്ഥതയോടെയാണ് ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷന് കീഴിലുള്ള തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നത്. അവരുടെ മികവ് ഈ പൂന്തോട്ടത്തിലുടനീളം നമുക്ക് കാണാനാവും. ഓരോ പ്രാവശ്യവും ഇവിടേക്ക് വരുമ്പോഴും ഊട്ടി പ്രത്യേകതയുള്ളതായി എന്തെങ്കിലും ഒന്ന് നമുക്ക് കരുതി വെച്ചിട്ടുണ്ടാവും. യാത്രയും കാഴ്ചയും അനുസ്യൂതമായ ഒരു പ്രക്രിയയാണ്. മനസ്സിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ഏറെ സഹായിക്കുന്നവയാണ് ഇത് രണ്ടും. കാഴ്ചകൾ നല്ലതായിരിക്കാൻ കാരണം നമ്മുടെ ആസ്വാദന മികവ് തന്നെയായിരിക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കണം ഈ അതിമനോഹര സങ്കേതം കണ്ടു തീർക്കാൻ. പൂക്കളെയും ചെടികളെയും പ്രണയിക്കുന്നവർക്ക് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനേ തോന്നുകയില്ല. ദൊഡ്ഡബെട്ടയുടെയും ടീ ഫാക്ടറിയുടെയും വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുവരേക്കും ഗുഡ് ബൈ.